അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫോം റീഡയറക്റ്റ് ചെയ്യുമ്പോൾ ഒരു ബ്രോഷർ എങ്ങനെ കാണിക്കാം, അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് എങ്ങനെ കാണിക്കാം എന്നുള്ളതാണ്. പിന്നെ അത് കൂടാതെ എങ്ങനെ ഒരു ചാറ്റ് വിഡ്ജറ്റ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കൊടുക്കാം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ 360 എടുക്കുക. ഇവിടെ നമ്മളൊരു പോപ്പപ്പ് കൊടുത്തിരുന്നു. ഈ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഡോക്യുമെന്റ് ഓപ്പൺ ആവണം. ഏത് ഡോക്യുമെന്റ്? നമ്മളിപ്പോൾ ഒരു ഡോക്യുമെന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡോക്യുമെന്റ് ഓപ്പൺ ആയിട്ട് വരണം. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ബ്രോഷർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസൽ ആയിരിക്കാം, എന്തോ ആയിരിക്കാം. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം ബിസിനസ് 360 എടുത്തിട്ട് മീഡിയ സ്റ്റോറേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. മീഡിയ സ്റ്റോറേജിൽ ആ ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഏത് ഫയലാണോ നിങ്ങൾക്ക് കാണിക്കാനുള്ളത്, നിങ്ങൾ ബ്രോഷർ ഇപ്പൊ ക്യാൻവയിലൊക്കെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാം. ആ ബ്രോഷർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ആ ഫയൽ അപ്ലോഡ് ആയതിനു ശേഷം ഇവിടെ അതിന്റെ മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലിങ്ക് കോപ്പി ചെയ്യാൻ പറ്റും. ഗെറ്റ് ലിങ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ലിങ്ക് കോപ്പി ചെയ്യുക. ആ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഡിസൈൻ ചെയ്യുന്ന ഡിസൈനർ എടുത്തിട്ട് പോപ്പപ്പ് സെറ്റിംഗ്സ് കാണാം. പോപ്പപ്പ് സെറ്റിംഗ്സ്, ഈ പോപ്പപ്പ് സെറ്റിംഗ്സിൽ പോപ്പപ്പ് സെറ്റിംഗ്സിൽ ഈ ഫോം ക്ലിക്ക് ചെയ്യുക. ഫോം ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ താഴെ ബട്ടൺ ആക്ഷൻസ് റീഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് യൂസ് ആക്ഷൻ ഫ്രം ഫോം ബിൽഡർ എന്ന് കാണിക്കും. എന്ന് പറഞ്ഞാൽ ഈ ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്ത സമയത്ത് എന്താണോ ഓൺ സബ്മിറ്റ് ചെയ്യണമെന്ന് നമ്മൾ കൊടുത്തിരുന്നത്, നമ്മൾ കൊടുത്തത് വാട്സാപ്പിലേക്ക് മെസ്സേജ് വരുന്നതായിരുന്നു, അത് ആണ് ഇവിടെ നടക്കുക. ബിക്കോസ് ആക്ഷൻ ഫ്രം ഫോം ബിൽഡർ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ മാറ്റിയിട്ട് ഗോ ടു വെബ്സൈറ്റ് URL എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് അവിടെ നമ്മൾ കോപ്പി ചെയ്തത് സേവ് ചെയ്ത് കൊടുക്കുക, പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്തിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം പബ്ലിഷ് ചെയ്യുക. അപ്പൊ ഇനി ഒരാൾ വന്നിട്ട് ആ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ആ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ PDF ഫയൽ ഓപ്പൺ ആവും, റീഡയറക്റ്റ് ആവും. ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, ഓപ്പൺ പോപ്പപ്പ്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ PDF ക്രിയേറ്റ് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു, അതിന്റെ ലിങ്ക് കോപ്പി ചെയ്യുന്നു, എന്നിട്ട് അത് ഈ ഫോമിന്റെ റീഡയറക്റ്റിൽ കൊടുക്കുന്നു. അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. ഞാൻ ഈ പേജ് ഒന്ന് റീഫ്രഷ് ചെയ്തു. ഗെറ്റ് ഫീച്ചേർഡ്, ഫോം വന്നു. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നേരെ ആ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യും. അപ്പൊ ഇത് നിങ്ങൾക്ക് പല പല രീതികളിൽ ഇതിനെ ഉപയോഗിക്കാം. ഒന്ന്, ഇതിപ്പോ ഒരു ഫ്രീ ബുക്ക് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ ഇവിടെ വന്നിട്ട് ഗെറ്റ് ഫ്രീ ബുക്ക് അല്ലെങ്കിൽ ഗെറ്റ് ഫ്രീ സംതിങ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ വന്ന് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ ഫോം സബ്മിറ്റ് ചെയ്തിട്ട് ആ PDF ഓപ്പൺ ചെയ്യും. PDF ഓപ്പൺ ചെയ്യുന്ന സമയം അവർക്ക് നിങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞ ഫ്രീ ബുക്ക് കിട്ടി. സെയിം ടൈം നിങ്ങൾക്ക് ആ ഡാറ്റ അതിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും, അവരുടെ ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് ലീഡ്സ് ജനറേറ്റ് ചെയ്യാം, ഡാറ്റ ക്യാപ്ചർ ചെയ്യാം. ഇനി നമ്മൾ രണ്ടാമത് കാണാൻ പോകുന്നത് ചാറ്റ് വിഡ്ജറ്റ് എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ചാറ്റ് വിഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഒരു വെബ്സൈറ്റ് തുറന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഗ്രോത്ത് മാസ്റ്ററി വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ താഴെ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ കാണാൻ പറ്റും. റൈറ്റ് സൈഡിൽ ഒരു ചാറ്റ് വിഡ്ജറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഇവിടെ എന്തെങ്കിലും എൻക്വയറി ചെയ്യണമെങ്കിൽ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ട് എൻക്വയറി ചെയ്യാം. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ചാറ്റ് വിഡ്ജറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിലൂടെ കസ്റ്റമേഴ്സിന്റെ ഡാറ്റ ക്യാപ്ചർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇനി അത് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് നമ്മൾ ഈ സൈറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചാറ്റ് വിഡ്ജറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ചാറ്റ് വിഡ്ജറ്റിൽ പോയിട്ട് ന്യൂ ചാറ്റ് വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുക. 3 ഓപ്ഷൻ ഉണ്ട്: SMS, ഇമെയിൽ, ലൈവ് ചാറ്റ്, വാട്സപ്പ്.
ഞാൻ പ്രിഫർ ചെയ്യുക SMS ഇമെയിൽ ആണ്. അപ്പോൾ അവര് ആ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവരെ പിന്നീട് നിങ്ങളുടെ ടൈമിൽ വിളിച്ച് സംസാരിക്കുന്നുള്ളതാണ്. ലൈവ് ചാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുമായിട്ട് ഡയറക്റ്റ് ചാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മൊബൈൽ ആപ്പ് വഴി ചാറ്റ് ചെയ്യാം. പിന്നെ വാട്സപ്പ് നമ്പർ ഉണ്ടെങ്കിൽ വാട്സപ്പ്, അത് നിങ്ങളുടെ വാട്സപ്പ് നമ്പർ അല്ല, ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ. ഇതിനകത്ത് CRM വാട്സപ്പ് ആഡ് ചെയ്യാൻ പറ്റും, ഒഫീഷ്യൽ വാട്സപ്പ്, അത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ലൈവ് ചാറ്റ് എടുക്കാം, SMS ചാറ്റ് എടുക്കാം. അപ്പൊ ഇവിടെ നമ്മൾ SMS ആൻഡ് ഇമെയിൽ ചാറ്റ് ആണ് എടുക്കുന്നത്. സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പൊ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ചാറ്റ് വിഡ്ജറ്റ് വന്നിട്ട് നീല കളർ ഇങ്ങനെയാണ് വരിക. അപ്പൊ അതിന് നമുക്ക് ഓരോന്നായിട്ട് എഡിറ്റ് ചെയ്യാം. ചാറ്റ് പ്രോംപ്റ്റ് വിത്ത് ഫോട്ടോ വേണോ വിത്തൗട്ട് ഫോട്ടോ വേണോ? ഓക്കെ, വിത്ത് ഫോട്ടോ ആണെങ്കിൽ നമുക്ക് നമ്മളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. വിത്തൗട്ട് ഫോട്ടോ ആണെങ്കിൽ അതിങ്ങനെ വരും. പിന്നെ ഐക്കൺ, ഈ പറഞ്ഞ ഏത് ഐക്കൺ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ ഞാൻ തൽക്കാലം ഈ ഒരു ഐക്കൺ എടുക്കുകയാണ്. പിന്നെ തീം, ബ്ലൂ വേണോ, റെഡ് വേണോ, ബ്രൗൺ വേണോ, പർപ്പിൾ വേണോ? നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ കളർ മാറ്റാം. നമുക്ക് ഗ്രോത്ത് ടോക്സിന്റെ യെല്ലോ, വൈറ്റ്, ബ്ലാക്ക് ഒക്കെ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഞാൻ തൽക്കാലം ഇപ്പോൾ ഈ ഒരു കളർ എടുക്കുകയാണ്. പിന്നെ വെൽക്കം മെസ്സേജ്, അത് നമുക്കിവിടെ എഡിറ്റ് ചെയ്യാം. ഓക്കെ, കസ്റ്റം ഗ്രീറ്റിംഗ്, റിട്ടേൺ വിസിറ്റർ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ വെബ്സൈറ്റിൽ ഓൾറെഡി വന്നു പോയ ഒരു കസ്റ്റമർ രണ്ടാമത് വരികയാണെങ്കിൽ വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുക്കാം, ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് പിന്നീട് പഠിക്കാം. വിഡ്ജറ്റ് കസ്റ്റമൈസേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോട്ടോ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. ഇവിടെ ഇമേജ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഫോട്ടോ മാറ്റണമെങ്കിൽ മാറ്റാം. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാൻ അത് തൽക്കാലം ഓഫ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഇതിന്റെ പൊസിഷൻ, ലെഫ്റ്റ് കൊടുക്കണോ, റൈറ്റ് കൊടുക്കണോ, താഴെ കൊടുക്കണോ, മുകളിൽ കൊടുക്കണോ, ഇതെല്ലാം നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് റൈറ്റ് സൈഡിൽ തന്നെ കൊടുക്കുകയാണ്. ദെൻ വിഡ്ജറ്റ് ഡയമെൻഷൻ, ഇതിന് എന്ത് ലെങ്ത്തും വിഡ്ത്തും ഒക്കെ കൊടുക്കണം എന്നുള്ളതാണ് അടുത്തത്. സോ ലെറ്റ് ഇറ്റ് ബി ഓട്ടോ, അത് കോംപ്ലിക്കേറ്റ് ആക്കണ്ട. അത് കഴിഞ്ഞാൽ പിന്നെ വിഡ്ജറ്റ് കസ്റ്റമൈസേഷൻ നമ്മൾ ചെയ്തു. ചാറ്റ് വിൻഡോ, ഒരാൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓപ്പൺ ആയി വരുന്ന ചാറ്റ് വിൻഡോ ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡാറ്റ കൂടുതൽ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. CTA ടെക്സ്റ്റ് മാറ്റണമെങ്കിൽ മാറ്റാം. ഈ കണ്ടന്റ് ഒക്കെ മാറ്റണമെങ്കിൽ ഇവിടെ മാറ്റാം. അഡീഷണൽ ഓപ്ഷൻസ്, പവേർഡ് ബൈ എന്ന് പറഞ്ഞ നമ്മളുടെ ഏജൻസി പ്ലാറ്റ്ഫോമിന്റെ പേര് കൊടുക്കണമെങ്കിൽ ഇവിടെ കൊടുക്കാം. അതിന്റെ ആവശ്യമില്ല, ലൈക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ദെൻ മെസ്സേജിങ്, ഇപ്പോൾ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഇത് എന്താ പറയുന്ന റെസ്പോൺസ്, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഐക്കൺ ചൂസ് ചെയ്യണമെങ്കിൽ ചൂസ് ചെയ്യാം. അതായത് ഒരാൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അയാളെ കാണിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാം. പ്ലേസ് ഹോൾഡർ കളർ ചൂസ് ചെയ്യാം. ലാംഗ്വേജ് ഒന്നും നിങ്ങൾ ടച്ച് ചെയ്യേണ്ട, അതൊക്കെ ഞാൻ എഴുതണോട്ടെ. ഓക്കെ, അപ്പൊ ഇങ്ങനെ എന്താണോ ഒരു കസ്റ്റമർ വന്നിട്ട് ടൈപ്പ് ചെയ്യുന്നത് അതിന് അക്നോളജ്മെന്റ് ഇവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഓക്കെ, ആൻഡ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊരു പേര് കൊടുക്കുക, പേര് എഡിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല ഏതാണെന്നുള്ളത്. ഞാനിവിടെ ഗ്രോത്ത് ടോക്സ് എന്ന് കൊടുക്കുകയാണ്. ഗ്രോത്ത് ടോക്സ് ഒന്ന് സേവ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇത് ഒന്നുകിൽ ഇത് എങ്ങനെ ഒരു വെബ്സൈറ്റിൽ കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിന്റെ കോഡ് ഇവിടുന്ന് കോപ്പി ചെയ്യാം. ഈ കോഡ് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ വെബ്സൈറ്റിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇത് കാണിക്കും. അത് നമ്മൾ ബിസിനസ് 360 ക്രിയേറ്റ് ചെയ്തതാണെങ്കിലും വേറെ എവിടെ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അത് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഗുണമെന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ചാറ്റ് വിഡ്ജറ്റ്
നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും കൊടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഒന്നുകിൽ ഇത് ഇവിടെ കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വെബ്സൈറ്റ് ചെയ്യുന്നത് ബിസിനസ് 360 ആയതുകൊണ്ട് ഇവിടെ ഗ്രോത്ത് ടോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഗ്രോത്ത് ടോക്സ് എടുത്തിട്ട് എഡിറ്റ് അല്ല, ഗ്രോത്ത് ടോക്സ് എടുത്തിട്ട് അതിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ചാറ്റ് വിഡ്ജറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ചാറ്റ് വിഡ്ജറ്റ്. അതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഗ്രോത്ത് ടോക്സ് എന്ന് പറയുന്ന ചാറ്റ് വിഡ്ജറ്റ് നമ്മൾ സെലക്ട് ചെയ്തു ആൻഡ് സേവ്. ഇപ്പൊ നമ്മൾ ചാറ്റ് വിഡ്ജറ്റ് അപ്ഡേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഗ്രോത്ത് മാസ്റ്ററി ഗ്രോത്ത് ടോക്സ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം, ഒരു റീഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പൊ റൈറ്റ് സൈഡിൽ ഒരു പോപ്പപ്പ് വന്നുണ്ടോ? ഇപ്പോൾ ഒരാൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അവിടെ താഴെ ഒരു ചാറ്റ് വിഡ്ജറ്റ് കാണാൻ പറ്റും. അവർക്ക് ഫോം ഫില്ല് ചെയ്യാം. സെൻഡ് ചെയ്തപ്പോൾ ഒരു താങ്ക് യു മെസ്സേജ് വന്നു. വൺ ഓഫ് അവർ റെപ്രസെന്റേറ്റീവ് വിൽ കോൺടാക്ട് യു ഷോർട്ട്ലി എന്ന് പറഞ്ഞു. സോ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൽ ചാറ്റ് വിഡ്ജറ്റ് കൊടുക്കാം. അതുവഴി ആൾക്കാർ എൻക്വയറി ചെയ്യുകയാണെങ്കിൽ എൻക്വയറീസ് നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ വളരെ പവർഫുൾ ആണ്, എന്നാൽ വളരെ സിമ്പിൾ ആണ്. പണ്ടൊക്കെ നമ്മളിത് കോഡ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുത്തിരുന്ന പ്രോസസ്സാണ്. ഇതിപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നടക്കുന്നുണ്ട്. ചാറ്റ് വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വെബ്സൈറ്റിൽ ആഡ് ചെയ്യാം. രണ്ട്, നിങ്ങളൊരു ഡോക്യുമെന്റിലേക്ക് മീഡിയ സ്റ്റോറേജിൽ അപ്ലോഡ് ചെയ്തിട്ട് ഫോം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്ത സെഷനിൽ കാണാം.